ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് കാണാനായിട്ട് പോകുന്നത്. അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ പല രാജ്യങ്ങളുടെ ആശയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും ഭരണഘടനകളുടെ ആശയങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 10ഓളം രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും പല ആശയങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ രാജ്യം ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നും ഒന്നാമതായി പാർലമെന്ററി ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ആശയം എടുത്തിരിക്കുന്നു. 2 റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച. 3 ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. 4 സിംഗിൾ സിറ്റിസൺഷിപ്പ്. 5 ക്യാബിനറ്റ് സിസ്റ്റം. 6 പ്രീറോഗേറ്റീവ് റിട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അവകാശ റിട്ടുകൾ. 7-മതായിട്ട് പാർലമെന്ററി പ്രിവിലേജസ്. 8-മതായിട്ട് ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ ഉഭയസഭ. ഇത്രയും ആശയങ്ങൾ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നും കടമായി എടുത്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ രാജ്യം അയർലൻഡ്. അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. 2 മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഇലക്ഷന്റെ ആ ഒരു രീതി അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും കടമായി എടുത്തിട്ടുള്ളതാണ്. 3-മതായിട്ട് മെമ്പേഴ്സ് നോമിനേഷൻ ടു ദ രാജ്യസഭ ബൈ ദ പ്രസിഡന്റ്. അതായത് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രസിഡന്റിന്റെ ആ ഒരു അധികാരത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഇത്രയും 3 ആശയങ്ങളും അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ US ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഇവയാണ്. ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ്, അതായത് പ്രസിഡന്റിന്റെ പുറത്താക്കുന്ന ആ ഒരു പ്രക്രിയ. 2 ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ധർമ്മങ്ങൾ. 3 റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജികളുടെ റിമൂവലിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പുറത്താക്കൽ നടപടികളെ കുറിച്ച്. 4 ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആശയം കടമെടുത്തിട്ടുള്ളത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. 5-മതായിട്ട് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു ആശയം എടുത്തിരിക്കുന്നു. 6 ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ ആ ഒരു പ്രത്യേക അധികാരം അല്ലെങ്കിൽ ആ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് 6-മതായിട്ട് എടുത്തിരിക്കുന്ന ഒരു ആശയമാണ്. 7 ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ 1 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 2 പ്രിയാമ്പിൾ. ഈ 2 കാര്യങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. 4-മത്തെ രാജ്യം കാനഡ. കാനഡയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള ആദ്യത്തെ കാര്യം സെൻട്രിഫ്യൂഗൽ ഫോം ഓഫ് ഫെഡറലിസം where the center is stronger than the states. സെൻട്രിഫ്യൂഗൽ ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ അപകേന്ദ്ര ബലം എന്നും മറ്റൊരു രീതിയിൽ പറയാം. എന്ന് പറഞ്ഞാൽ സെൻറ്ററിനാണ് സ്റ്റേറ്റ്സിനേക്കാളും ഏറ്റവും കൂടുതൽ അധികാരം അല്ലെങ്കിൽ അവകാശങ്ങൾ ഉള്ളത് എന്ന് പറയുന്ന ആ ഒരു ആശയം കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. 2 റെസിജ്വറി പവേഴ്സ് വെസ്റ്റ് വിത്ത് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ റെസിജ്വറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന അധികാരങ്ങൾ, അതായത് കേന്ദ്രത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ പവേഴ്സ്, ആ ഒരു ആശയം കാനഡയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്. 3 സെൻറ്റർ അപ്പോയിൻറ്റ്സ് ദ ഗവർണേഴ്സ് അറ്റ് ദി സ്റ്റേറ്റ്സ്, അതായത് സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻറ്റർ ആയിരിക്കും. 4 അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്, നമ്മുടെ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം. ഇത്രയും 4 ആശയങ്ങളും കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടമായി എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതിൽ കാനഡയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളത് കേന്ദ്രത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സെൻറ്ററിനെ കുറിച്ച് ഒന്ന് പ്രത്യേകം ഓർക്കുക. കാനഡ ഇസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് ഓർത്തിരുന്നാലും മതി, നമുക്ക് എളുപ്പത്തിൽ അതൊന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 5-മത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ.
അപ്പോൾ ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള ആദ്യത്തെ കാര്യം കോൺസെപ്റ്റ് ഓഫ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആശയം. 2, ആർട്ടിക്കിൾ 108, ദാറ്റ് മീൻസ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി 2 ഹൗസസ്. രണ്ട് സഭകളുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ രണ്ട് സഭകളുടെ ആ ഒരു ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 108 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആശയം ഓസ്ട്രേലിയയിൽ നിന്നും എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. 3, ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്, അതായത് വാണിജ്യം ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു ആശയം ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പം ഓസ്ട്രേലിയയിൽ നിന്നും എടുത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി 2 ഹൗസസ്, മൂന്നാമത്തെ കാര്യം ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് USSR. അതായത് പണ്ടാണ് USSR എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ USSR റഷ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. USSRൽ നിന്നും കടമായിക്കൊണ്ടിട്ടുള്ള ആശയങ്ങളിലൊന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കാര്യം USSRൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായിട്ട് ദ ഐഡിയൽ ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ ജസ്റ്റിസ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് നമ്മളുടെ ആമുഖത്തിൽ തന്നെ, ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ഐഡിയ USSR അല്ലെങ്കിൽ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നും കടമായി സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്നത് 3 രീതിയിൽ വേണം: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള നീതി ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ഈ ഒരു ആശയം USSRന്റെ ഭരണഘടനയിൽ നിന്നും കടമായി എടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഏഴാമതായി ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിരിക്കുന്ന ആശയത്തിലൊന്ന് കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് ഐഡിയൽ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ 3 ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ സാഹോദര്യം. ഈ 3 ഐഡിയോളജിയും ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമായി എടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 8ാമത്തെ രാജ്യം ജർമ്മനി. അപ്പോൾ ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഒരു ആശയം ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നും കടമായി എടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. 9ാമതായി സൗത്ത് ആഫ്രിക്ക. അതായത് സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളിൽ ആദ്യത്തേതാണ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ അംഗങ്ങളുടെ ഇലക്ഷൻ. രണ്ടാമതായിട്ട് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആ ഒരു ആശയം. ഈ 2 ആശയങ്ങളും സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് രാജ്യസഭാ മെമ്പർമാരുടെ ഇലക്ഷൻ, രണ്ടാമതായിട്ട് ഭരണഘടന ഭേദഗതി. ഈ 2 കാര്യങ്ങളും സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും അവസാനമായി 10ാമത്തെ രാജ്യം ജപ്പാനാണ്. അപ്പോൾ ജപ്പാന്റെ ഭരണഘടനയിൽ നിന്നും എടുത്തത് കോൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് നിയമത്തിന് അല്ലെങ്കിൽ നിയമം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന പല പ്രൊസീജിയേഴ്സിനെ കുറിച്ചും പറയുന്ന ഈ ഒരു ആശയം ജപ്പാന്റെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ പല ആശയങ്ങളും പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമായി സ്വീകരിച്ചിട്ടുള്ള ആശയങ്ങളാണ്. അവ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ കണ്ടത്. താങ്ക് യു.